എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ സ്പോർട്സ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജില്ല, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഓരോ ജില്ലയിലും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റാങ്ക് എത്രയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നോക്കേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് സ്പോർട്സ് കോട്ടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല എന്ന് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുക. അപ്പോൾ അതിനർത്ഥം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഏത് സ്കൂളിലേക്കാണ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ലിങ്ക്സ് എന്ന ഭാഗത്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് സ്പോർട്സ് എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളായിരുന്നാലും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നാലും അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ കൺഗ്രാജുലേഷൻസ്, അതുപോലെ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അവിടെ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ ഈ ഒരു സപ്ലിമെൻ്ററി അതായത് സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് എത്രയാണ്, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അവിടെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടണം. അപ്പോൾ ഈ ഒരു ജൂൺ 26 വൈകുന്നേരത്തിനുള്ളിലായിട്ട് വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ഡേറ്റും സമയമൊക്കെ നോക്കേണ്ടതാണ്. അതായത് ഈ ഒരു 26 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടണം. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന കാര്യം നോക്കാം. സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് 2025 ജൂൺ 24 രാവിലെ 10 മണി മുതൽ പ്രവേശനം സാധ്യമാവും വിധം പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് ഇന്ന് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ്റെ സ്പോർട്സ് സപ്ലിമെൻ്ററി റിസൾട്ട് എന്ന ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രസ്തുത പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുന്ന ലിങ്കിലൂടെ 2 പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ പരിശോധിച്ച് പ്രവേശനത്തിന് ഹാജരാവേണ്ട ദിവസവും സ്കൂളും പ്രവേശനത്തിന് വേണ്ട രേഖകളും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് പ്രിൻ്റ് എടുത്ത് നൽകുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം നേടണം. അപേക്ഷകർക്ക് തങ്ങൾ പരിശോധിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. സ്പോർട്സ് കോട്ടയിലെ അവസാന അലോട്ട്മെൻറ്റാണിത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ 2025 ജൂൺ 26 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 1ാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെയും വിവരങ്ങൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന 2ാം ഭാഷ്യം നിങ്ങൾ രേഖപ്പെടുത്തി വിദ്യാർത്ഥിയും രക്ഷകർത്താവും ഒപ്പുവെച്ചിരിക്കണം. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, സ്കോർ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പോർട്സ് മികവുകളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഹാജരാക്കണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്നും ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സമയം
അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സമയം അനുവദിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കുന്ന യോഗ്യത തെളിയിക്കുന്ന പകർപ്പുകൾ സ്വീകരിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ സ്കൂൾ അധികൃതർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പ്രസ്തുത റിസൾട്ടിൻ്റെ സാധ്യത ഉറപ്പാക്കാവുന്നതാണ്. പ്രവേശന സമയത്ത് TCയും അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റും ഒറിജിനൽ നിർബന്ധമായിട്ടും ഹാജരാക്കണം. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ഒന്നാമത്തെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ് വേണ്ടത്. അടുത്ത നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ്, കിട്ടിയിട്ടില്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റുള്ള മറ്റുണ്ടെങ്കിൽ അത്, അതുപോലെ NTSC, NMMS, അതുപോലെ LSS, USS ഇതുപോലുള്ളവയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ EWS വിഭാഗം റിസർവേഷനുള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ സർട്ടിഫിക്കറ്റ്സും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം അഡ്മിഷൻ ഫീസ് ചെറിയ പൈസയേ ഉണ്ടാവുള്ളൂ. അത് ഏകദേശം 1500 രൂപക്കുള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് അനുസരിച്ചിട്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എടുക്കേണ്ടത്. അതുപോലെ ചില സ്കൂളിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചില സ്കൂൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് റേഷൻ കാർഡും അതിൻ്റെ കോപ്പിയും എടുക്കാം. റേഷൻ കാർഡിൻ്റെ കോപ്പി സ്കൂളിൽ വേണമെങ്കിൽ കൊടുക്കാം, ഒറിജിനൽ യാതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.